ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ആൻഡ് ഓൾസോ സ്ക്രീനിൽ കാണിക്കുന്നതാണ്, സ്ക്രീനിൽ ഇവിടെ കൊടുത്തേക്കാം. 10 ദിവസത്തെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. നവംബർ മാസത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വേറെ കുറച്ച് തിരക്കുകൾ വന്നിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല 10 ദിവസം. സോ ഈ മാസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്, 10 ദിവസത്തെ ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2-ാം തീയതി അല്ലേ, അപ്പോൾ ഒരു 10-ാം തീയതി വരെയൊക്കെ ഉണ്ടാകും. അപ്പോൾ എൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ്, സ്ഥിരം വ്യൂവേഴ്സ്, പിന്നെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഈ ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്ക്രീനിൽ ഏറ്റവും ആദ്യം തന്നെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, പോരാത്തതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോട് എന്താണ് പറയാനുള്ളത്, നിങ്ങളോട് എന്താണ് പറയാനുള്ളത്. ഈ വ്യക്തിയുടെ മനസ്സറിയാം. അതായത് നമ്മൾ 2 എനർജിയാണ് ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് റിക്വസ്റ്റ് നമുക്ക് വന്നു, തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും എനർജി, അതായത് തേർഡ് പാർട്ടിയോടുള്ള സമീപനം എന്താണ്, നിങ്ങളോടുള്ള സമീപനം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെയും കൂടി എനർജി വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചാനലിലാണോ തേർഡ് ചാനലിലാണോ എന്ന് അറിയില്ല. സോ അതിട്ടിട്ട് ഒരുപാട് പേര് കണ്ടു. സോ ഒരുപാട് പേര് ചോദിച്ചു വീണ്ടും ആ ഒരു സെയിം എനർജിയിൽ ഇടണമെന്ന്, ആ ഒരു സെയിം ടോപ്പിക് വെച്ചിട്ട് റീഡിങ് ഇടണമെന്ന് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നായിരുന്നു. അപ്പം അതും കൂടെ പ്രമാണിച്ച് പരിഗണിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനിയും നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എനർജി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സൺ എന്താണ് പറയാനുള്ളത്, നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, ഈ പേഴ്സന്റെ മനസ്സറിയാം. ഏറ്റവും ആദ്യം നമുക്ക് തേർഡ് പാർട്ടിയുടെ എടുക്കാം. ഓക്കെ, സോ തേർഡ് പാർട്ടിയുടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജിയിലുള്ള കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഗ്രീൻ താര സുപ്രീം പ്രൊട്ടക്ഷൻ ആണ്. യു ആർ പ്രൊട്ടക്റ്റഡ്, കോഡ്സ് ആർ ബീങ് കട്ട്, മൂവ് ബിയോണ്ട് ലിമിറ്റേഷൻ, ട്രസ്റ്റ്. അതായത് ഇവിടെ ഒരു കംപ്ലീറ്റ്ലി ഒരു എനർജി തേർഡ് പാർട്ടിയുടെ പറയുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും തേർഡ് പാർട്ടി വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് എനർജിയിൽ നിന്നാണ് ഈ ഒരു തേർഡ് പാർട്ടി വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ലൈഫിലാണ് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും ഇടയിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഈ തേർഡ് പാർട്ടി എന്തുകൊണ്ടാണ് വന്നത്, എന്തിനാണ് വന്നത്, ഇനിയിപ്പോൾ വന്നിട്ട് തന്നെ തലേന്ന് ഒഴിയുന്നില്ലല്ലോ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ എന്നിങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നമുക്കിവിടെ ടോട്ടലി കാണാൻ സാധിക്കുന്നത് ഇതൊരു പാസ്റ്റ് എനർജി ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പാസ്റ്റ് ലൈഫ് എനർജി, അതായത് മുജ്ജന്മത്തിൽ നിന്നും വരിക, അല്ലെങ്കിൽ ഒരു കർമ്മ ബന്ധമായിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടിക്ക് ഈ ഒരു ജന്മത്ത് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരുപാട് കർമ്മമുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആ കർമ്മത്തിലൊക്കെ നിങ്ങളുടെ വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ആ ഒരു കർമ്മങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നാം ഇപ്പൊ തേർഡ് പാർട്ടി എത്രത്തോളം നെഗറ്റീവ് ആണെങ്കിൽ പോലും അതിനെ പന പോലെയാണ് ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് പോകാത്തത്, ഇത് ഭയങ്കര പവർഫുൾ ആണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. ബട്ട് ആ ചിന്ത കറക്റ്റ് ആണ്. ബിക്കോസ് അത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് ഈ ഒരു ലൈഫിൽ പൊട്ടിമുളച്ച ഒരു എനർജി അല്ല, കുറച്ച് പഴയ എനർജിയാണ്. ഇറ്റ്സ് ഫ്രം പാസ്റ്റ് ലൈഫ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സണായിട്ട് കർമ്മമുണ്ട്, അതിൻ്റെയും കൂടി അത് കർമ്മം തീർക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് കംപ്ലീറ്റ് റീഡിങ് കാണുക. സോ ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോട് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി കൂടുതലും ചാൻസ് ഉള്ളത് എക്സ് ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, മുൻ കാമുകനോ കാമുകിയോ ആയിരിക്കാം,
അല്ലെങ്കിൽ മുൻ ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പെട്ടെന്ന് ഒരു പ്രപ്പോസൽ ആയിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സണും ആകാം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഈ പേഴ്സൺ എപ്പോഴും ഈ പേഴ്സന്റെ മനസ്സിൽ രണ്ട് ഓപ്ഷൻസ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് നിങ്ങൾ, രണ്ട് ഈ തേർഡ് പാർട്ടി. അങ്ങനെ എപ്പോഴും ഈ രണ്ട് ഓപ്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ രണ്ട് ഓപ്ഷൻസ് ഈ വ്യക്തിയുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി അത്രത്തോളം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ഓക്കെ, എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ എനർജിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ, അതായത് നിങ്ങളും അത്ര മോശക്കാരൊന്നുമല്ല, നിങ്ങൾ പവർഫുൾ അല്ല, നിങ്ങൾ വെറുതെ ആണ് എന്നല്ല പറഞ്ഞു വരുന്നത്, നിങ്ങളും പവർഫുൾ തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ എനർജിയിലേക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം പവർഫുൾ ആയതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് ഓക്കെ എനിക്ക് തേർഡ് പാർട്ടി മതി എന്നുള്ള രീതിയിൽ അവരുടെ അടുത്തേക്ക് പരിപൂർണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് പോകാനായിട്ട് പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ എനർജിയും അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പേഴ്സണെ തേർഡ് പാർട്ടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എനർജിയും ബ്ലോക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ഇവിടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഈ വ്യക്തി ഒറ്റക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളും ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നുമില്ല, ഗുഡ് ബൈ പറഞ്ഞു പോണുമില്ല, വേറെ ബന്ധത്തിലേക്കും പോണില്ല, എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. സോ ഈ തേർഡ് പാർട്ടിയെ ഒരുപക്ഷെ ഈ പേഴ്സന്റെ വീട്ടുകാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാകാം. ചിലപ്പോൾ വീട്ടുകാർ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാളായിരിക്കാം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. സോ വീട്ടുകാർ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടാകാം ഈ പേഴ്സനെ ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് കല്യാണം കഴിക്കാനോ ഒരുമിച്ച് ജീവിക്കാനോ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഈ ഒരു ഈ പേഴ്സണ് ഡീപ്പ് ഫ്രീസ്, അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലയണെയാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ എത്ര പവർഫുൾ ആയ ലയണാണ് എന്ന് പറഞ്ഞാലും തണുത്തുറഞ്ഞിരിക്കുകയാണ്, മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. സോ നിങ്ങളുടെ പേഴ്സൺ എത്ര പവർഫുൾ ആണ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, വീട്ടുകാരെന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും, എത്ര സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്നാലും ഹി ഓർ ഷീ കാൺ ടേക്ക് എനി ആക്ഷൻ. ബിക്കോസ് നിങ്ങളുടെ എനർജി അവിടെ വന്ന് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ തേർഡ് പാർട്ടിയോട് ഈ പേഴ്സണ് പറയാനുള്ളത്, എനിക്ക് എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം, അല്ലെങ്കിൽ എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റില്ല, എന്നെ ഫ്രീ ആക്കി വിടൂ, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ജീവിച്ചോളാം, എനിക്ക് നിങ്ങളെ ഒരിക്കലും സ്വീകരിക്കാനാകില്ല എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സണ് തേർഡ് പാർട്ടിയോട് പറയാനുള്ളത്. ബിക്കോസ് എനിക്കൊരു ഡിസിഷൻ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. ഓക്കെ, നിങ്ങളോട് എനിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമല്ല എനിക്ക് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ സ്നേഹമില്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല, എന്നെ വെറുതെ വിട്ടേക്കൂ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ പോകുന്നത്. ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഒരു ഡിവൈൻ മെസ്സേജ് എന്ന് പറയുന്നത്, അതായത് യൂണിവേഴ്സ് ഈ പേഴ്സണോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ പേഴ്സന്റെ മനസ്സിൽ തോന്നിക്കുന്നതും എന്താണെന്ന് വെച്ചാൽ യുവർ പാത്താണ്, അതായത് സ്വന്തം കാര്യത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ഇനി കൊടുക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അതായത് മേ ബി ഇത്രയും കാലം ഈ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസും പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് വലഞ്ഞു പോയിട്ടുണ്ടാകാം. ഓക്കെ, നന്നായിട്ട് വലഞ്ഞിട്ടുണ്ടാകാം, സ്വന്തം ജോലി കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റാതെ ഒറ്റപ്പെട്ട് അടച്ച് മൂടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടാകാം. സോ അതിൽ നിന്നൊക്കെ മാറി ഈ വ്യക്തി ദൈവത്തിലേക്ക് തിരിയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിലൂടെ ഈ വ്യക്തിയെ കാത്തിരിക്കുന്നത് ഒരു ചേഞ്ച് ആണ്. സോ ഈ പേഴ്സന്റെ മനസ്സിനും ഇങ്ങനെ ഒരു തോന്നല് യൂണിവേഴ്സ് തോന്നിപ്പിക്കുന്നുണ്ട്. ഓക്കെ, നീ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, യു ഷുഡ് ചേഞ്ച്, നീ നിന്റെ കാര്യങ്ങൾ നോക്കി തുടങ്ങണം, നിനക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ള ഏതാനും കഴിവുകളുണ്ട്, നല്ല നല്ല കഴിവുകളുണ്ട്, സോ അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിൽ യൂണിവേഴ്സ് ഈ പേഴ്സണോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ പേഴ്സന്റെ സോള് ഈ വ്യക്തിയിലേക്ക് പറയുന്നുണ്ട്, ഈ വ്യക്തിനോട് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, ബിക്കോസ് നമ്മുടെ ആത്മാവ് തോന്നിപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. സോ ഇവിടെ ഒരു ചേഞ്ച് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്.
ഇത്രയും കാലം തേർഡ് പാർട്ടി വളരെയധികം ഈ പേഴ്സണെ കൺട്രോൾ ചെയ്തിട്ടുണ്ടാകാം, വളരെയധികം ഈ പേഴ്സന്റെ പുറകെ നടന്ന് ഉപദ്രവിക്കുകയും ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. സോ അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ എന്താണ്, ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ച് കളഞ്ഞ് പുറത്തേക്ക് കടക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വണ്ടർഫുൾ റീഡിംഗ് ഫോർ ദ തേർഡ് പാർട്ടി. ആൻഡ് ഓൾസോ ലെറ്റ് സീ യുവർ എനർജി. നിങ്ങളുടെ എനർജിയിലേക്ക് വരുമ്പോൾ ആർക്കേഞ്ചൽ മിഖായേൽ ആണ്, ട്രസ്റ്റിംഗ് ഹെവൻ ആണ്. യു ആർ സേഫ്, ഏഞ്ചൽ സ്റ്റാൻഡ് ക്ലോസ്, സറണ്ടർ യുവർ കൺസേൺ, അലൗ എ മിറാക്കിൾ ടു ഒക്യൂർ. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനകൾ, ഒരുപാട് മാനിഫെസ്റ്റേഷൻ, അത് ഇത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്തിട്ടുണ്ടാകാം. ദിസ് ഇസ് ബിക്കോസ് ഈ പേഴ്സന് വേണ്ടി, ഈ വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്തത്, ത്യാഗങ്ങൾ സഹിച്ചത്, ക്ഷമയോടെ കാത്തിരുന്നത് എല്ലാം. ബട്ട് ഇപ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ടിട്ടുണ്ടാകാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതെല്ലാം വിട്ട് കളഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ ഇനി എന്തെങ്കിലും വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. തേർഡ് പാർട്ടിയുടെ കാര്യം ആലോചിക്കുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം ദേഷ്യം തോന്നിക്കുന്നുണ്ടാകാം. ബട്ട് ഡോണ്ട് ഡു ലൈക്ക് ദാറ്റ്. അതായത് ദേഷ്യപ്പെടരുത്, ചീത്ത വഴി, വേറെ വഴിയിലേക്കൊന്നും പോകരുത്, മാറി ചിന്തിക്കരുത്. ബിക്കോസ് ഏഞ്ചൽസ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സൽ എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ് ഈ പേഴ്സൺ വേറെ വ്യക്തിയിലേക്ക് പോകാത്തത്. ഓക്കെ, ഈ പേഴ്സണ് തേർഡ് പാർട്ടി ആയിട്ട് മാത്രമല്ല, മറ്റാരെയും ഈ വ്യക്തിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് നിങ്ങളുടെ എനർജി വന്നവിടെ ബ്ലോക്ക് ചെയ്യും. അത്രയും പവർഫുൾ ആണ് നിങ്ങൾ, ബിക്കോസ് നിങ്ങളുടെ പ്രയർ കാരണം. ഓക്കെ, അപ്പോൾ അത് വിശ്വസിക്കാനാണ് പറയുന്നത്. ബിക്കോസ് നിങ്ങൾ സേഫാണ്, നിങ്ങളുടെ പേഴ്സണും സേഫാണ്, നിങ്ങളുടെ പ്രണയം സേഫാണ്, നിങ്ങളുടെ എല്ലാ ആശങ്കകളും നിങ്ങൾ വിട്ടുകളഞ്ഞു. ഓക്കെ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും, നിങ്ങളുടെ എല്ലാ പേടിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടുകളഞ്ഞോളൂ. ബിക്കോസ് ഓൾ ആർ സേഫ് ഹാൻഡ്സിലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇതൊരു ന്യൂ ബിഗിനിങ്സ് ആണ്. ഈ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ന്യൂ ബിഗിനിങ്സ് ആണ്. ഓക്കെ, ന്യൂ ബിഗിനിങ്സ് ആണ്, പുതിയ തുടക്കങ്ങളാണ് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ പേഴ്സൺ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു. സോ അതിൽ നിന്നും ഈ പേഴ്സൺ ഒന്ന് ചേഞ്ച് ആയി വരണം. അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടൊരു പുതിയ സ്റ്റാർട്ടപ്പാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങൾ ഒരു പക്ഷേ ഈ വ്യക്തിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന പേഴ്സൺ ആയിരിക്കാം. നമുക്ക് ആ ഒരു എനർജിയാണ് കൂടുതലും കിട്ടുന്നത്. സഹപ്രവർത്തകരായിരിക്കാം, അതായത് കൊളീഗ്സ് ആയിരിക്കാം. ഓക്കെ, കൊളീഗ്സ് ആയിരിക്കാം. നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ ഒരുമിച്ചായിരിക്കാം, അങ്ങനെയായിരിക്കാം നിങ്ങൾ പ്രണയത്തിലായത്. ഒരുമിച്ച് വർക്ക് ചെയ്ത് കണ്ടുമുട്ടി സംസാരിച്ച് ചിലപ്പോൾ ആ ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലേക്ക് വീണ്ടും വന്നു ചേരണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും മറ്റേത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ പ്രസൻസ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് എ വണ്ടർഫുൾ എനർജി. ആൻഡ് ഓൾസോ ഈ പേഴ്സൺ സംതിങ് എന്തോ ഒരു അച്ചീവ്മെന്റ്സിന് എന്തോ അച്ചീവ്മെന്റ് ഈ വ്യക്തിയെ തേടി വരാനുണ്ട്. അത് വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. സംതിങ് എന്തോ ഗ്രേറ്റ് ഇസ് ഹാപ്പൻ ഇൻ ഹിസ് ഓർ ഹെർ കരിയർ ലൈഫ്. ഓക്കെ, ജോലി സംബന്ധമായിട്ടുള്ള ലൈഫിൽ എന്തോ വിജയം ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ കിട്ടാനുണ്ട്. ഓക്കെ, സോ അതിനെക്കുറിച്ച് അതിൻ്റെ തയ്യാറെടുപ്പുകൾ എടുക്കാൻ പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം. ഓക്കെ, സംതിങ് എന്തോ ഒരു ഗുഡ് ന്യൂസ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അത് അധികം വൈകാതെ നിങ്ങൾക്ക് കിട്ടും. ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി നെഗറ്റീവ് എനർജി ക്ലിയർ ചെയ്യണമെന്നും നിങ്ങളായിട്ടുള്ള സ്ട്രക്ചർ വീണ്ടും എന്താണ് റീകൺസ്ട്രക്ട് ചെയ്യണം, വീണ്ടും പുനരുദ്ധാനം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. സോ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി എത്ര വിചാരിച്ചാലും ആ തേർഡ് പാർട്ടിയിലേക്ക് മതിമറന്ന് ചിലപ്പോൾ ഒരു പ്രാവശ്യം എന്തോ കാൽവഴുതി വീണിട്ടുണ്ടാകാം തേർഡ് പാർട്ടിയിലേക്ക്. അത് നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആ ഒരു രീതിയിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ വീണ്ടും വീണ്ടും ഈ പേഴ്സൺ ഒരിക്കലും തേർഡ് പാർട്ടിയിലേക്ക് പോകില്ല. ബിക്കോസ് ആ പേഴ്സൺ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ,
ടോക്സിക് ആയിട്ടുള്ള വ്യക്തി തന്നെയാണ്. സോ അതിലേക്ക് ഈ പേഴ്സണിനെ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ആരും എന്താണ് ഇതിലേക്ക് ചാടില്ല. സോ ഈ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഗണപതി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഗണപതി ഭഗവാൻ എല്ലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഗണപതിക്ക് നിവേദ്യം, അതുപോലെ തേങ്ങ ഉടക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒരുപാട് ആൾ ക്ലിയർ ചെയ്ത് തരും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നിങ്ങളോട് ഈ വ്യക്തിക്ക് പറയാനുള്ളതും ഡിവൈൻ മെസ്സേജസും ഓവറോൾ എനർജിയും. സോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫറാണ്. ഡിസംബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്, പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, സോ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.